ഗുഡ് മോർണിംഗ്. കാലത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഓസിനെ റൂമിൽ കാണാനില്ല. നോക്കിയപ്പോൾ പുള്ളി റെഡിയായിട്ട് കാറ് കഴുകാണ്. കാറിൻ്റെ മുകളിൽ കൂടെ പട്ടിയൊക്കെ ഓടി നടന്നിട്ട് ഒന്നിനൊക്കെ പോയിട്ടുണ്ട്. വൈകിട്ടിനൊന്നിന് മാത്രമേ പോയിട്ടുള്ളൂ. കാൽപ്പാടുകളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വൃത്തികേടായി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാറിൻ്റെ മുകളിൽ കൂടെ പട്ടി ഓടണതൊക്കെ നമുക്കൊരു അനുഭവം. എന്തായാലും ഒരു 10-20 മിനിറ്റ് കാർ വാഷിങ്ങിൽ പോയി. ഇനി നമുക്ക് വേഗം പുറപ്പെടണം. ഇന്ന് ഒരുപാട് ഓട്ടമുള്ളതാണ്. ഗുഡ് മോർണിംഗ്. Good morning. Day 7. വെൽക്കം ടു FTT Family Travel Trails. ഡേ 7. നമ്മൾ വേഗം ചെക്കൗട്ട് ചെയ്യാണ്. 6:30. നമുക്ക് ദ്വാരകയ്ക്ക് പോകണം. ദ്വാരക ഒരു 1.5 hour. 1.5 മണിക്കൂറുണ്ട് ഇവിടെ 105 കിലോമീറ്റർ. അപ്പോൾ ദ്വാരകേഷ് ടെമ്പിളിലൊക്കെ കണ്ടിട്ട് ബേത് ദ്വാരക എന്ന് മുൻപ് വരെ പോയി. പിന്നെ നമുക്കിന്ന് രാത്രി കുറച്ചധികം ദൂരം ഓടി രാത്രി സ്റ്റേ ചെയ്യാനായിട്ട് ഭുജിലെത്തണം. അതൊരു 8 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. അപ്പം മൊത്തം ഒരു 10-15 മണിക്കൂർ വണ്ടിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഇറങ്ങാം. നോക്കി റോഡ് നനഞ്ഞു കിടക്കണോണ്ട് ഇപ്പം മഴ പെയ്താവും രാത്രി എങ്ങാനും വിചാരിച്ചു. പക്ഷെ പിന്നെ നോക്കിയപ്പോൾ ഒന്ന് സ്കിഡാവുന്നുണ്ട്. ഓയിലെങ്ങാണ്ട് ടാങ്കറിൽ നിന്ന് ചോർന്നെത്തുന്നതാണ്. ബൈക്കുകാരൊക്കെ ഇങ്ങനെ പതുക്കെ പോവാണ്. എത്ര ദൂരം അത് പോയിട്ടുണ്ടെന്ന് അറിയില്ല. സൂക്ഷിച്ച് പതുക്കെ. എല്ലാ വഴിക്കും പോയിട്ടുണ്ടല്ലോ. ആ വഴി ഈ വഴിയൊക്കെ പിടിച്ചു പോണം. ഇന്ന് മൊത്തം ഒരു 520 കിലോമീറ്റർ ഓട്ടമുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് 6 മണിക്കെങ്കിലും. പക്ഷേ പട്ടി പണി പറ്റിച്ച കാരണം കുറച്ച് നേരം കാറ് കഴുകി പോയി. ഒരു അരമണിക്കൂർ അങ്ങനെ പോയി. എന്തായാലും 6:45 ഇറങ്ങി. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് 100 കിലോമീറ്റർ ഓടി 1.25 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ദ്വാരകധീഷ് ടെമ്പിൾ, കൃഷ്ണൻ്റെ അതേ ദ്വാരക. പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് നമുക്ക് ഭുജിൽ പോയി കിടന്ന് ഉറങ്ങണം. അതിന് ഒരു 410 കിലോമീറ്റർ വേറെ ഓടണം. ഇപ്പോൾ പുത്തൻ പുതിയ ഹൈവേ ആണ്. പോർബന്ദർ ടു ദ്വാരക അടിപൊളി ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും പുതിയ പുതിയ റോഡുകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്റ്റേറ്റിൽ കൂടെയാണല്ലോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു കോസ്റ്റൽ ഹൈവേ എന്ന് തന്നെ പറയാം. തൊട്ട് കടലിനോട് ചേർന്നല്ലെങ്കിലും, കാരണം ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈനുള്ള സ്റ്റേറ്റ് ആണല്ലോ ഗുജറാത്ത്. ഗുജറാത്തിൽ ഇങ്ങനെ കടലിങ്ങനെ വല്ലാതെ കയറി കിടക്കണ കാരണം കുറച്ച് ബാരൻ ലാൻഡാണ് ലെഫ്റ്റിൽ. ഇപ്പം നമ്മൾ കിടക്കുന്നത് ഒരു മേധാ ക്രീക്ക് എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. പക്ഷേ ഈ സീസണിൽ ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അറേബ്യൻ കടലിൽ നിന്ന് നമ്മുടെ അറബിക്കടലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി കിടക്കണതാവും. നമ്മൾ പോകുന്ന ബ്രിഡ്ജിന്റെ പേര് മിയാനി ബ്രിഡ്ജ് എന്നാണ്. അവിടെ കാണുന്ന സ്ഥലം ആ ഒരു ദ്വീപ് പോലെ തോന്നുന്നത് ഗാന്ധ്വി എന്നാണ് സ്ഥലപ്പേര്. അങ്ങ് അകലെ 2 കരകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു നാച്ചുറൽ പാലം പോലെ തോന്നുന്നുണ്ട്, ഒരു നടപ്പാലം പോലെ. പിന്നെ ഇതാ ഒരു ക്ഷേത്ര സമുച്ചയം കാണുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും കയറി കാണാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. ആ കോസ്റ്റ് ലൈനിന്റെ പേര് ഹർഷിദ് എന്നാണ്. ഹർഷിദ്നാഥ് ആശ്രമം, ധർമ്മശാല എല്ലാം ഉൾപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു അത്. എന്തായാലും കടലിനും മെയിൻലാൻഡ് ഇടയ്ക്കുള്ള ഒരു ചതുപ്പ് പോലെയുള്ള സ്ഥലങ്ങളാണ് ഇടതുവശത്ത് അധികം കാണുന്നത്. ഇങ്ങനെ ഫുഡ് കമ്മിറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു തന്നു. പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. 2 മുട്ട ഒഴുകിയതും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ഉള്ളൂ. അപ്പം അത് കഴിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ ദ്വാരക എത്തുന്നു. ഗുജറാത്തിന്റെ ഓക്മൻഡൽ പെനിൻസുലയുടെ ഏറ്റവും ടിപ്പിലാണ് ദ്വാരക. അതുകൊണ്ട് തന്നെ ഓഖ എന്നാണ് ഇത് ലോക്കലി അറിയപ്പെടുന്നത്. ഇതാ ദ്വാരകയുടെ ദ്വാരകധീഷ് ടെമ്പിളിന്റെ നല്ല സ്റ്റൈലൻ കവാടം നമ്മൾ കിടക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ സ്വന്തം ദ്വാരക. നമ്മളിത് ദ്വാരകധീഷ് ടെമ്പിളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എൻട്രൻസ് എത്തി. ഇവിടെ സൺസ്ക്രീൻ പെരട്ടൽ മഹാമഹം നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ഡിഗ്രിയാണ്? ഇപ്പൊ 29 ആയിട്ടുള്ളൂ. പക്ഷെ വെയിലുണ്ട്. എന്തായാലും ക്ഷേത്രത്തിന്റെ ഗേറ്റിനും അടുത്തുനിന്ന് കുറേയും കൂടി മുന്നോട്ട് പോകാനുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ ക്ഷേത്രം കാണുന്നില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കണമായിരിക്കും. പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തായാലും ഇത് കഷ്ടമായി പോയി. 1.5 പണിയായി പോയി. ഓസ്റ്റിൻ കാലത്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ് വണ്ടി കയറണ പണി. ആ വഴി മുഴുവൻ ഓയിൽ പോയിരുന്നു വന്ന് നമ്മൾ ദ്വാരകയിൽ വണ്ടി നിർത്തി നോക്കുമ്പോൾ ഫുൾ വണ്ടിയും അത്
ഓയിൽ അടിച്ച് പിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ടയറും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അതിപ്പോ തുടച്ചില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചില്ലെങ്കിൽ അത് ശക്തിയാവും. പിന്നെ ഈ പാർക്കിംഗ് ലോട്ടിന്റെ പുറത്ത് തന്നെ ടോട്ടോകൾ ധാരാളമായിട്ട് കാത്തു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് ഇത് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ ഈ പൊരി വെയിലത്ത്, നമുക്ക് ഇതിൽ പോവാം. ഒരാൾക്കാർ അങ്ങനെ ചോദിച്ചേ, അതൊന്ന് കൺഫേം ചെയ്ത്. 50 രൂപ. ഈ വെയിലത്ത് നടക്കണേക്കാൾ നല്ലത് ഇതിൽ പോകുന്നതാണ്. മീറ്റർ നീങ്ങിയപ്പോഴേക്കും ഇത്ര വരെ വണ്ടി പോകുള്ളൂ നമ്മളിവിടെ ഇറക്കി. ഇനി അവിടെ നിന്ന് നടക്കണം. അമ്പലത്തിന്റെ തലപ്പ് കാണുന്നുണ്ട്, പക്ഷെ അതിനു മുൻപ് കാണുന്നത് മറ്റു ചില കാഴ്ചകളാണ്. പൂർണ്ണ നഗ്നരായിട്ട് വെളുക്കിയിരിക്കുന്ന, നമ്മുടെ മുമ്പിൽ അമ്പലത്തെ നോക്കി വെളുക്കിയിരിക്കുന്ന മനുഷ്യർ, വസ്ത്രം മാറുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു ലോകത്ത് വന്നു പെട്ട പോലെയാണ് നമുക്ക് തോന്നുക. ജനം അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ നമ്മളും ആ ഒഴുക്കിലേക്ക് അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. നല്ല ശബ്ദം ബഹളങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ചെവി പൊത്തിയിട്ടായാലും കം ട്രാവൽ വിത്ത് us, നമുക്ക് ദ്വാരക ക്ഷേത്രത്തിലേക്ക് നടക്കാം. ബൊമ്മനെ കൊണ്ട് പോണത് കുട്ടിമാരി. ഇത്ര ഇടുങ്ങിയ തെരുവുകളിലൂടെയാണ് ദ്വാരക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് എനിക്ക് ശരിക്കും അത്ഭുതമായി. എന്തായാലും ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ 7 to 12:30 ഓപ്പൺ ആണെന്നാണ് കാണിച്ചത്. ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത്. പക്ഷേ ക്ഷേത്ര ദർശന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ജനങ്ങൾ അവിടെ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ കാത്തിരിക്കുക. മാത്രമല്ല ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ശബ്ദ കോലാഹലങ്ങളാണ്. നേരത്തെ ദർശനം കഴിഞ്ഞവരാവും ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെയൊക്കെ നെറ്റിയിൽ രാധേ രാധേ എന്നൊരു മയിൽപ്പീലി അടക്കം അങ്ങനെ ടാറ്റു ചെയ്തിട്ടുണ്ട്. ദർശനം ഇനി വേണ്ടവർ അക്ഷമരായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു പച്ച ഷീറ്റ് മുകളിൽ വലിച്ചു കെട്ടി കാരണം നമുക്ക് അമ്പലത്തിന്റെ ഒരു ഭാഗവും കാണാൻ പറ്റുന്നില്ല. അമ്പലം തീർത്തും പുറത്തുനിന്ന് കാണാത്ത പോലെ ഇങ്ങനെ ചുറ്റും കച്ചവടങ്ങളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ബിൽഡിങ്സ് ആണ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തുലാഭാരം നടക്കുന്നുണ്ട്. ഇവിടെ വിശേഷമായിട്ടുള്ള റിച്വലായിരിക്കാം. ഉണ്ണിക്കണ്ണന്റെ രൂപങ്ങളാണ് ഇവിടുത്തെ മുഖ്യ ഒരു ആകർഷണം. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ പ്രതിമകളെല്ലായിടത്തും കണ്ടു. മഴ ഗോമതി നദിയുടെ തീരത്തേക്ക് കടന്നു. ഗോമതി ഘാട്ട്, ഗോമതി നദിയുടെയും അറബിക്കടലിന്റെയും സംഗമസ്ഥാനത്താണ് ദ്വാരക. ഇവിടെയും കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇടുങ്ങിയ തെരുവുകൾക്ക് മാറ്റമൊന്നുമില്ല. ഇതിലെയും പോകുന്നവരുണ്ട്, പക്ഷേ അമ്പലം കാണാനായിട്ട് സാധിക്കുന്നില്ല. നദിയിൽ ഘാട്ടിൽ ധാരാളം പേര് മുങ്ങിന് വരുന്നുണ്ട്, നീന്തുന്നുണ്ട്. അതുപോലെ കുട്ടികൾ റീൽസ് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു സ്ഥലം. പുരാണങ്ങളിൽ പറയുന്നത് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെ യാദവരെ സംരക്ഷിക്കാനായിട്ട് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറുകയും ഇവിടെ സമുദ്രദേവനോട് ചോദിച്ച് 12 യോജന സ്ഥലം സമുദ്രത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് അവിടെ അദ്ദേഹത്തിൻ്റെ പാലസും നഗരവും സ്ഥാപിച്ചു എന്നുള്ളതാണ്. ദ്വാരക എന്നത് ഇന്ത്യയുടെ പുരാതന ചരിത്രത്തിലെ ഒരു ഗോൾഡൻ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ശ്രീകൃഷ്ണന്റെ മരണശേഷം ഇത് സമുദ്രദേവൻ തിരിച്ചെടുത്തത് സമുദ്രത്തിൽ സബ്മേർജ് ചെയ്ത് പോയി ദ്വാരക നഗരം എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഉപക്ഷേത്രങ്ങൾ എന്ന രീതിയിൽ ഉണ്ട്. അതിൽ പല പൂജകൾ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത് ഘാട്ടിനോട് ചേർന്നുള്ള മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു തർപ്പണം എന്നുള്ള രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കും നടക്കുന്നുണ്ട്. ഇന്ത്യൻ ആത്മീയത എത്ര ലളിതവും എത്ര സങ്കീർണവുമാണെന്ന് ചുമ്മാ ഇങ്ങനെ ഓർത്തുപോയി. എന്തായാലും 15-ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ട ഈ ക്ഷേത്രം കാണാൻ സാധിക്കാത്തൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം 5 നിലയിൽ ഒരു സാൻഡ്സ്റ്റോൺ നിർമ്മിതിയാണ്. വലിയൊരു രഥത്തിന്റെ മാതൃകയിലാണ് ഇതിന്റെ നിർമ്മാണം. ചാലൂക്യ നഗാര ശൈലിയിൽ. ഇത് ബഡ ചാർധാമിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും ഈ കനത്ത തിരക്കിലും ചൂടിലും ബഹളത്തിലും നമുക്ക് കാത്തു നിൽക്കാൻ തോന്നാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. നമുക്കിനി ബേദ്വാരക വഴി പോയിട്ട് ഭുജിൽ പോകണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം സംഘടിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം. ശ്രീകൃഷ്ണൻ ഗോപാലൻ കൂടിയാണല്ലോ. അപ്പോൾ വേണുഗാനം കേട്ടെന്ന പോലെ പശുക്കൾ ഇങ്ങനെ വഴിയിൽ ധാരാളമായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കയറി അങ്ങോട്ട് വഴി ബ്ലോക്കാക്കി നിന്ന് കളയും. ചേട്ടനെ മുന്നേ മൂടി പിടിച്ചിരിക്കണു. അപ്പം അങ്ങനെ വെള്ളം അന്വേഷിച്ച് പല സ്ഥലത്തും പോയി നോക്കുകയാണ്. ടാപ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ തുറന്നു നോക്കുമ്പോൾ ഒരു തുള്ളി വരുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം ഇല്ലയെന്ന് പറഞ്ഞാൽ തുണിയാവും. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ മേ ഐ ഹെൽപ്പ് യു, ആരാണ് ഡിസ്ട്രിക്ട് കോർട്ട് ദേവഭൂമി ദ്വാരക ലീഗൽ സർവീസസ് കമ്മിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആരോടെ ചോദിക്കേണ്ട ഹെൽപ്പിനെന്നുള്ള നമുക്കറിയില്ല.
ഇനി നമ്മൾ അടുത്ത വെള്ളം അന്വേഷിച്ച് ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് പോയി നോക്കിയപ്പോൾ ഭയങ്കര ഭീകരാവസ്ഥയാണ്. ആ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഘാട്ടുകളിൽ അതായത് ഗോമതി റിവർ ഇങ്ങനെ നിരന്ന് പരന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല തീരുമാനമായിരിക്കില്ലല്ലോ വെള്ളം എടുക്കുന്നത്. ഇവിടെ ടണ്ടാ ദഹി പിയോ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ വളരെ ഹൈജീനിക് ആയിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ വെള്ളം അന്വേഷിച്ച് അങ്ങനെ ഒരു ചുറ്റിത്തിരിയാണ്. ഇനി അമ്പലത്തിൻ്റെ എതിർവശത്തേക്ക് നടക്കുകയാണ്. അവിടെയും കച്ചവടങ്ങളുണ്ട് ധാരാളം. അവിടെ ഒരു എൻട്രൻസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ വെള്ളം ഒരു സ്ഥലത്തും ഇല്ല. ഒരു സ്ഥലത്തും ടാപ്പുകളോ അങ്ങനെയുള്ള പൊതു ശൗചാലയ സൗകര്യങ്ങളോ ഒന്നും കാണുന്നില്ല. 1-2 സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഹോട്ടലുകളിൽ കയറാം, ഇവിടെ ഭക്ഷണശാലയുണ്ട് അവിടെ കയറാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വേണ്ട ചേട്ടാ വേണ്ടാഞ്ഞിട്ടാ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വേറെ നിവൃത്തിയില്ലാണ്ട് മിനറൽ വാട്ടർ വാങ്ങി നമ്മൾ തിരിച്ചു പോവാണ്. ടോട്ടോയിൽ തന്നെ തിരിച്ചു പോവാണ്. പോകുമ്പോൾ കണ്ട ഈ ചുമരെഴുത്ത് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്വച്ഛ ഭാരത് അഭിയാൻ, വളരെ സ്വച്ഛം, കുറച്ചധികം സ്വച്ഛം. അങ്ങനെ വെള്ളത്തിന് വേണ്ടി കുറേ അലഞ്ഞിട്ടും വെള്ളം എവിടെയും കിട്ടിയില്ല. അവസാനം മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങി. അതുകൊണ്ട് കാറ് ഗ്രീസായത്, ഗ്രീസല്ല, റോഡിൽ നിന്ന് തെറിച്ച ഓയിൽ കഴുകി കളയാണ്. ഒരു വെയിലത്ത് നിന്നാണ് പണി. ഒരു നിവൃത്തിയില്ല, കാരണം അല്ലെങ്കിൽ അതിന് കട്ടിയായി പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ദ്വാരകയിൽ നിന്ന് ഇനി ബെത് ദ്വാരകയിലേക്ക് പോവാണ്. പിന്നെ ദ്വാരക ക്ഷേത്രത്തിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ നീങ്ങുമ്പോഴേക്കും വലതുവശത്ത് ദൂരെയായിട്ട് രുക്മിണി ദേവി ക്ഷേത്രം കാണാം. ദ്വാരക ക്ഷേത്രം കണ്ടവർ ഈ ക്ഷേത്രം കൂടി കണ്ടാലേ പുണ്യം പൂർത്തിയാകും എന്നാണ് വിശ്വാസം. കൃഷ്ണന്റെ മുഖ്യമായിട്ടുള്ള രുക്മിണി ദേവിയുടെ ടെമ്പിൾ എന്താണ് ഇത്ര ദൂരെ നോക്കിയപ്പോൾ ദുർവാസാവിന്റെ ശാപമാണ് ഇങ്ങനെ നീങ്ങിയിരുന്നാൽ മതി, നിങ്ങൾ അടുത്തിരിക്കേണ്ട എന്നുള്ളത്, ചേർന്നിരിക്കേണ്ട എന്നുള്ളത്. പുള്ളി മൂക്കത്ത് ചുണ്ടിക്കാരനാണല്ലോ. എന്തായാലും വളരെ ശാന്തമായ ഒരു ഏരിയയിലാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. ദ്വാരക ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഈ നിർമ്മാണം. 12-ാം നൂറ്റാണ്ടിലാണ് ഇത് പണിതത്. അപ്പോൾ ശാപം കാരണം രുക്മിണി ദേവിക്ക് സ്വന്തമായ ഒരു അഡ്രസ്സും ഐഡന്റിറ്റി ഒക്കെ ഉണ്ടായി. അപ്പോൾ വഴിയിൽ നിറയെ പശുക്കളാണ്, ഗോശാലകൾ ധാരാളമുള്ള സ്ഥലമാണ്. ശ്രീകൃഷ്ണന്റെ ഒരു ലെഗസിയുമായി ബന്ധപ്പെട്ട് പശുക്കളെ വളരെ നന്നായി സംരക്ഷിക്കുന്ന ഒരു നാടാണ് ഗുജറാത്ത്. മാത്രമല്ല ഇത് അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. നല്ല വരണ്ട് കിടക്കുന്ന മണ്ണും ഈ കനത്ത ചൂടുമൊക്കെയുള്ള സ്ഥലത്ത് പിടിച്ചു നിൽക്കുന്ന നേരം നല്ല ഗടാഗടിയും പശുക്കളാണ്. കാങ്ക്രജ് എന്ന ബ്രീഡാണ് ഇതായി കാണുന്ന ടൈപ്പ്. വലിയ കൊമ്പും പൂഞ്ഞയൊക്കെയുള്ള ഇതാണ് ഇവിടുത്തെ കച്ച് ബെൽറ്റിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഇനം. ഇതിന് നല്ല മിൽക്ക് പ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ കൃഷിയിൽ നന്നായി സഹായിക്കാനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത്തും ഉണ്ട്. അങ്ങനെ പശുക്കൾ വഴിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ ആയി ഇതാ പോവാണ്. ബേത് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നു. ബേത് ദ്വാരക ആദ്യം ബോട്ട് വഴി മാത്രം എത്താൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ദ്വീപാണ്. ദ്വീപ് ഇപ്പോഴും അങ്ങനെ തന്നെ, ദ്വീപിലെ അവസ്ഥകൾ അങ്ങനെ തന്നെ. പക്ഷെ കണക്റ്റഡ് ആവാനുള്ള കാരണം ഈ സുദർശൻ സേതുവാണ്. ഇതാണ് ഇപ്പോൾ ഇന്ത്യയിലെ 2 വർഷം മുമ്പ് പണിയപ്പെട്ട ഈ സുദർശൻ സേതുവാണ് ഇപ്പോൾ ഇന്ത്യയിലെ ലോങ്സ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്. ഇതിൻ്റെ സൈഡുകളിൽ വാക്ക് വേകളൊക്കെ ഉണ്ടോ, നല്ല റൂഫുള്ള വാക്ക് വേസ് ആണ്. നല്ല ഗംഭീരനൊരു പാലാണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഈ പാലത്തിന്റെ ആകെ നീളം 2.32 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഈ 900 മീറ്റേഴ്സ് ആണ് ഈ കേബിൾ സ്റ്റേഡ് സെക്ഷൻ. 2017 പണി തുടങ്ങി 25 കഴിഞ്ഞപ്പോൾ ഇതിന് 978 കോടി രൂപ ചെലവായിട്ടുണ്ട്. ഈ ബെയ്ദ്വാരക എന്ന ഈ കുഞ്ഞൻ ദ്വീപിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ താമസ സ്ഥലം, അതായത് പാലസ്, റെസിഡൻഷ്യൽ പാലസ് അവിടെയായിരുന്നു എന്നാണ് സങ്കല്പം. അദ്ദേഹം ദ്വാരക ഭരിക്കുകയും ഈ 30 കിലോമീറ്റർ ദൂരെയുള്ള ബെയ്ദ്വാരകയിൽ കുടുംബവുമായി ജീവിക്കുകയും ചെയ്തു എന്നാണ്. അതുപോലെ നമ്മുടെ കുചേലൻ അദ്ദേഹത്തെ അവൽപുതിയുമായിട്ട് സന്ദർശിക്കാൻ വന്നതും ഈ പാലസിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ പുരാണവും ചരിത്രവും മിത്തും കഥകളൊക്കെ എഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളം ഭക്തർ, ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഈ പാലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പാലത്തിൻ്റെ ഓരോ പില്ലറിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മയിൽപീലി ചിത്രം. ഇത് വാൾസിലും സൈഡ് വാൾസിലും ഒക്കെ ഇങ്ങനത്തെ മോട്ടീവ്സ് ഉണ്ട്. ഇത് ഒരു കൃഷ്ണ തീം ബ്രിഡ്ജായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണൻ്റെ സ്വന്തം ദ്വാരക എന്നുള്ള രീതിയിലാണ് ദ്വാരകേനെയും ബെയ്ദ്വാരകേനെയും ചേർത്ത് വെച്ചിട്ടുള്ളത്. ഈ ബെയ്ദ്വാരക അഥവാ ഓഖ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ കീഴ്ചുണ്ടിൻ്റെ ടിപ്പാണ്. അതായത് ഗൾഫ് ഓഫ് കച്ചിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്, ചുറ്റും അറബിക്കടലാണ്. നമ്മളിപ്പോൾ ഒന്ന് ഡ്രൈവ് റൗണ്ട് ചെയ്ത് തിരിച്ച് ഈ പാലത്തിൽ തന്നെ വന്നു. സുദർശൻ സേതുവിൻ്റെ ആ ഗാംഭീര്യം കാണുമ്പോൾ ഇവിടെ നിന്ന് അത് നിർത്തി നോക്കി കാണാതെ പോകാൻ തോന്നുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി നടന്നു. ആ സെൽഫി പോയിന്റ് ഉൾപ്പെടെ ടൂറിസ്റ്റുകളെ ശരിക്കും പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പുകളുണ്ട്. ഇരിപ്പിടങ്ങളുണ്ട് ഈ വാക്ക് വേയിൽ, ഡീറ്റെയിൽസ് ഉണ്ട്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചിത്രങ്ങൾ, ഗ്രാഫിറ്റി എല്ലാം അടക്കം വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാലം തന്നെയാണിത്. സോ ആ സ്റ്റീലിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ 10 മണിയായിട്ടുള്ളൂ, 10 മണിയുടെ സൂര്യനാണ് കാണുന്നത്. ഇങ്ങനെ ആ ഇതുകളിങ്ങനെ പറക്കുമ്പോൾ നമുക്ക് ആ കാറ്റിൻ്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റും. ഈ പാലത്തിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ചുറ്റും പരന്നു കിടക്കുന്ന അറബിക്കടലിൽ പോകുന്ന മീൻപിടുത്ത ബോട്ടുകൾ നോക്കി നിൽക്കുന്നതൊക്കെ നല്ല രസമുള്ളൊരു അനുഭവമാണ്. നല്ല കടൽക്കാറ്റും ഈ പില്ലറിൻ്റെ തണലും.
അങ്ങനെ ബ്രിഡ്ജൊക്കെ ഗംഭീരമാണെങ്കിലും ഇതിന്റെ നിർമ്മാണ സമയത്ത് അത്യാവശ്യം നല്ല കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാരണം ഇത് ഇലക്ഷൻ അടുത്ത സമയത്ത്, പാർലമെന്റ് ഇലക്ഷൻ അടുത്ത സമയത്ത് ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാനായിട്ട് മോദി ഗവൺമെന്റ് ചെയ്ത വലിയൊരു പ്രോജക്റ്റാണ് എന്നുള്ളതിന്, പ്രത്യേകിച്ചും ഇതിന്റെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം കാമ്പുണ്ട് താനും. ആ വാദത്തിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നരേന്ദ്രമോദി ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്ന ദിവസം അതോടൊപ്പം തന്നെ ദ്വാരകയിൽ ഒരു അണ്ടർ വാട്ടർ സ്കൂബ ദർശനമൊക്കെ നടത്തി. ദ്വാരക പഴയ മുങ്ങിപ്പോയ ആ ഒരു നഗരം, ഹോളി സിറ്റി സന്ദർശിച്ച് അവിടെ പൂജ നടത്തുന്നു, ഇറ്റ്സ് എ ഡിവൈൻ ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ ട്വീറ്റ് ചെയ്ത ഒരു സംഭവം നമ്മളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ കണ്ടതായിരിക്കും. അങ്ങനെ ദ്വാരകയും ബേദ്വാരകയും കാണാൻ വന്നെങ്കിൽ നമ്മൾ ഇന്ന് മെയിനായിട്ട് കണ്ടത് സുദർശൻ സേതുവാണ്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് മാവൽ. അതൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്ത്യയെ ഒരു മോഡേണൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നോക്കുമ്പോൾ ഇവിടെ ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കൊടി പാറിച്ച് കിടക്കുന്നുണ്ടെങ്കിലും ഒന്നും റണ്ണിങ് കണ്ടീഷനായിട്ട് തോന്നുന്നില്ല. ദ്രവിച്ച അവസ്ഥയാണ് മോൾ ഭാഗമൊക്കെ. മേ ബി റിപ്പയറിങ് അല്ലെങ്കിൽ പാർട്സ് ഊരാൻ അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നതായിരിക്കും. എന്തായാലും ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ടു സീ. അപ്പോൾ നമ്മൾ ബെദ്വാരക കണ്ട് തിരിച്ചു പോവാണ്. അതിന് നമ്മൾ ഏതുവഴി പോണു? ഭുജിലേക്കാണ് പോകുന്നത്. ജാംനഗർ വഴി ഭുജിലേക്ക് എത്തണം. ഒരു 7 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരിക്കും. ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാൽ നിർത്തണം. ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു മുട്ടയും 2 ബിസ്ക്കറ്റാണ് ആകെ കഴിച്ചത്. നമ്മുടെ 7ാം ദിവസം 3ാമത്തെ സ്റ്റേറ്റ് അല്ലേ ആയി കടന്നപ്പോഴേക്കും നമുക്ക് 3000 കിലോമീറ്റർ ആയപ്പോ 3002 കിലോമീറ്റർ കറക്റ്റ്. ദ്വാരക കഴിഞ്ഞ് ബെദ്വാരക കഴിഞ്ഞ് ഭുജ് മേഖലയിലേക്ക് രാജ്കോട്ട് വഴി പോണ വഴികളാണിത്. കാരണം ഗുജറാത്ത് നമ്മൾ കുറച്ച് നന്നായിട്ട് തന്നെ പരമാവധി ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് 2-3 ദിവസമായി 4 ദിവസമായി ഗുജറാത്തിൽ തന്നെയാണ്. കഴിയുന്നില്ലേ ഗുജറാത്ത്? ഗുജറാത്ത് വലിയ സംസ്ഥാനമാണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ട് പോവാം. ഗുജറാത്തിന്റെ നമ്മൾക്ക് നോക്കുമ്പോൾ ഗുജറാത്തിന്റെ ഒരു വായഭാഗം പോലെ തോന്നണ ആ കടവായിലൂടെ നമ്മളിപ്പോ ഇങ്ങനെ ആ ഭാഗത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തില് ഇങ്ങനെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. 2 വശത്തും സ്ഥലങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കണം. പ്രത്യേകിച്ച് ജനവാസമുള്ളൊരു സൂചനയൊന്നും തോന്നില്ല, നമുക്ക് തോന്നില്ല. വല്ലപ്പോഴും മാത്രം. പശുക്കള് ധാരാളമായി നടക്കുന്നുണ്ട്. പശുവാസമുണ്ട്. അയ്യോ, പശു വഴിയിൽ വസിക്കുന്നുമുണ്ട്. പൂഞ്ഞൊക്കെയുള്ള ടൈപ്പ്. ശരിക്കും നമ്മൾ ഗുജറാത്തില് റൂട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചിന്തിച്ചു. കാരണം ഇത് ഈ പ്രത്യേക ഷേപ്പ് കാരണം ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്, വായിലൂടെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇന്ന് റൺ ചെയ്തില്ലെങ്കിൽ നമുക്കിനി കച്ച് ബെൽറ്റും ഭുജും ഒന്നും കാണാൻ സാധിക്കില്ല. ഇനിയുണ്ട് ധാരാളം സ്ഥലങ്ങൾ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് റൺ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഇത് നല്ല ഹൈവേ ആണ് കാണുമ്പോൾ. മാത്രമല്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജാംനഗറൊക്കെ വഴി പോകുന്ന റോഡാണല്ലോ. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. വളരെ പ്രധാനപ്പെട്ട ഒരു വഴി തന്നെയാണ്. പക്ഷേ വഴിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു ഭൂപ്രകൃതി കാരണമായിരിക്കും. കാരണം ഇവിടെ ലെഫ്റ്റിലൊക്കെ കടൽ വെള്ളം കയറി കിടക്കണ കാണുന്നുണ്ട്. റോഡ് താഴ്ന്നാണ് കിടക്കുന്നത്. എത്ര ദൂരം എങ്ങനെയാവുമെന്ന് അറിയില്ല. സമയം കൂടുതലെടുക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? ഇത് ശരിക്കും ഗൾഫ് ഓഫ് കച്ച് മേഖലയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഉപ്പുപാടങ്ങൾ കണ്ടു തുടങ്ങി. ഇടതും വലതും ഒക്കെ വളരെ ബാരനായിട്ട് കിടക്കുന്ന സ്ഥലം. ഉപ്പ് മാത്രമേ ഉള്ളൂ ചുറ്റും. നമ്മളെന്തായാലും വിശക്കണുണ്ട്. അപ്പോൾ ഒരു കാണാലോ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഉള്ള ആപ്പിൾ കടിച്ചിരിക്കുകയാണ്. നട്ട്സ് കഴിഞ്ഞു. അപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം ഇന്നത്തെ കാര്യം പോക്കടി ആയിരിക്കും. എത്ര ദൂരം ഇങ്ങനെ ഉണ്ടാവാമോ. അപ്പോൾ കുറച്ച് കിലോമീറ്ററായി നമ്മളിങ്ങനെ നിരങ്ങിയാണ് പോണത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം കൂടുതലെടുക്കും. അപ്പോൾ നമുക്ക് ഭുജിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കാണണമെന്ന് ആഗ്രഹമുണ്ട് ഓടിയെത്തിയിട്ട്. അത് നടക്കില്ല എന്ന് തോന്നുന്നു. 5 മണി 6 മണിക്ക് അടയ്ക്കും. അപ്പോൾ പോയി ഇന്നത്തെ ഭുജിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു.
കുറച്ച് ദൂരം അങ്ങോട്ട് പോയെങ്കിലും തിരിച്ച് റിവേഴ്സ് എടുത്ത് വന്നു. ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നിൽക്കണണ്ടപ്പോൾ ഇത് മാത്രമാണ് ഈ ഏരിയയിലൊരു കെട്ടിടം. എന്തെങ്കിലും AC റെസ്റ്റോറൻറ്റ്. രക്ഷപ്പെട്ടു. മണി 12 11:30. ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടും. വെയിലിനെ തടയാനുള്ള സൂത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇത്തവണ പുറപ്പെട്ടിരിക്കുന്നത്. ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് വെക്കായിരുന്നു. ചാടി ഇറങ്ങി നോക്ക്. ചോദിക്കേ. സ്റ്റാർട്ടേഴ്സ് വന്നു. ഗുജറാത്തി കത്തിയവാടി മീൽസിൻ്റെ സ്റ്റാർട്ടേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ ചാസ്, മോരും വെള്ളം. ചാറ്റ് മസാല ഇട്ട് ചാസ് പിടയ്ക്കുക. ചാറ്റ് മസാല അല്ലേ? ചാസ് മസാല. चाट मसाला चाट. അപ്പോൾ ആസ് എക്സ്പെക്റ്റഡ് ഓൺലി കത്തിയവാടി പ്യോർ വെജ് താലി മീൽസ്. അപ്പോൾ ഒരു അൺലിമിറ്റഡും ഒരു ലിമിറ്റഡും മീൽസ് എടുത്തു. പിന്നെ അതിൽ സ്റ്റാർട്ടേഴ്സും സാലഡും ഒക്കെ ഉണ്ട്. അപ്പോൾ വിഷമറുള്ള സംഭവങ്ങളുണ്ട്, കുഴപ്പമില്ല. ഫുഡ് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തു. ജോൺസൺ വണ്ടി എടുത്തു. ഓസ്റ്റിൻ ബാക്കിലേക്ക് കടന്നിരുന്നു. ഒന്ന് ഇത്തിരി ഉറങ്ങിക്കോട്ടെ, കാരണം കാലത്ത് നേരത്തെ എനിക്ക് മാത്രമേ ഒരു 2-3 പ്രാവശ്യം വെയിലത്ത് നിന്ന് വണ്ടി ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നല്ല റോഡായി. അഹമ്മദാബാദ് റൈറ്റിലേക്ക് 319 കാണിക്കുന്നുണ്ട്. നമ്മൾ അവസാനിപ്പിച്ചതാണ് അഹമ്മദാബാദ്. ഇപ്പോൾ നമ്മൾ ജാംനഗർ സിറ്റിയുടെ മുകളിൽ കൂടെ പോണത്. ജാംനഗർ റൈറ്റിലാണ്, വലിയ സിറ്റിയാണല്ലോ. നമ്മൾ നേരെ ഹൈവേയിലൂടെ ഭുജിലേക്ക് പോകുന്നു. നമുക്ക് ഇനിയുണ്ടൊരു 266 കിലോമീറ്റർ, 5.5 മണിക്കൂർ. അപ്പോൾ സമയമെടുക്കും. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രത്യേകമായ ഒരു ഭൂപ്രകൃതിയിൽ നമ്മൾ എത്തിപ്പെട്ടു. ഇത് 2 വശത്തും ഇങ്ങനെ പരന്ന് കിടക്കുന്ന സോൾട്ട് പാൻസ്. വെറുതെ സോൾട്ട് പാൻസ് അല്ല, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണമറ്റ ഇലക്ട്രിക് ടവേഴ്സ് ഇങ്ങനെ കണ്ണത്താ ദൂരത്തോളം ഇരുവശത്തും ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. എണ്ണിയാലും ഒടുങ്ങില്ല. ഒരു മായിക ലോകം പോലെയാണ് 2 വശത്തും ശരിക്കും നമ്മൾ നോക്കുമ്പോൾ. കാരണം സോൾട്ട് പാൻസ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, തൂത്തുക്കുടിയിലൊക്കെ. പക്ഷേ ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. പിന്നെ അവിടുത്തെ പോലെ പ്രൊഡക്ഷൻ അല്ല ഇവിടെ മാസീവ് പ്രൊഡക്ഷനാണ്. ഇന്ത്യയുടെ ഈ സോൾട്ട് ഔട്ട്പുട്ടിൽ ഒരു 78% ഉണ്ടാകുന്നത് ഗുജറാത്തിലാണ്. അതിൽ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിറ്റിൽ റാൻ ഓഫ് കച്ച് മേഖലയിൽ കൂടെയാണ്. വലതുവശത്താണ് ലിറ്റിൽ റാൻ ഓഫ് കച്ച് മേഖല, ഇടതുവശത്ത് അറേബ്യൻ കടൽ ഇങ്ങനെ കയറിക്കിടക്കുന്ന ഗൾഫ് ഓഫ് കച്ച് മേഖല. ഗുജറാത്തിൻ്റെ ആ ഒരു കടവായ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ഒരു പ്രത്യേകമായൊരു മേഖലയാണ്. നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഒരു അന്തമില്ലാത്തൊരു സ്ഥലം എന്ന് പറയില്ലേ, അതുപോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം. അതുപോലെ പിങ്ക് സോൾട്ട് ഉണ്ടാക്കുന്നതാണോ എന്നറിയില്ല, പിങ്ക് വെള്ളമാണ് കാണുന്നത്. അപ്പോൾ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഗുജറാത്തിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. അവർക്ക് ലോറികൾ JCB വെച്ച് ഇങ്ങനെ കൂട്ടി മല പോലെ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, നല്ല ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് സമയം, 1 മണിക്കൂറോളം ഇതിങ്ങനെ കണ്ടാണ് നമ്മുടെ യാത്ര. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു. വളരെ യുണീക്കായിട്ട് ലോകത്ത് തന്നെ ഇത് ഒരുപക്ഷെ ലിറ്റിൽ റാൻ ഓഫ് കച്ചിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ പറ്റാവുന്ന സ്പീഡിലൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ എത്തിയപ്പോൾ സമയം 5:20 ഭുജ് നഗരത്തിലേക്ക് കടന്നപ്പോൾ. ഭുജ് എന്ന നഗരം നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളത് ഒരു വലിയ ഒരു ദുരന്തത്തിൻ്റെ പേരിലാണ്. ഒരുപക്ഷെ 2001 റിപ്പബ്ലിക് ദിനത്തിൽ ഭുജിലുണ്ടായിട്ടുള്ള എർത്ത് ക്വേക്ക്, ഗുജറാത്തിലെ ഭുജിൽ വലിയ ഭൂകമ്പം എന്നൊക്കെ നമ്മൾ വായിച്ചത്. 20,000-ഓളം മനുഷ്യർ മരിക്കുകയും 1,70,000-ഓളം പേർക്ക് സാരമായും അല്ലാതെയൊക്കെ പരിക്ക് പറ്റുകയും ചെയ്ത ഒരുപാട് വീടുകളും കെട്ടിടങ്ങളൊക്കെ തകർന്നടിഞ്ഞ ഒരു വലിയ ഭൂകമ്പം. അതിൻ്റെ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഭുജ് നഗരം ഇപ്പോൾ ഇന്ത്യയിലെ മറ്റേതൊരു നല്ല നഗരം പോലെയും അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് നല്ല തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഈ ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് നമ്മളുടെ മനസ്സിലൊക്കെ കൂടുതൽ ഇങ്ങനെ എച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ഒരുപക്ഷെ ബ്ലെസ്സിയുടെ കാഴ്ച എന്ന് പറഞ്ഞ സിനിമയായിരിക്കും.
നമ്മുടെ മനസ്സിലൊക്കെ വല്ലാതെ കയറി പറ്റിയ പാട്ടുകളും ആ ഒരു ഇമോഷൻസൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സിനിമ ബുജ്ജ് ഭൂകമ്പത്തെ മലയാളത്തിൻ്റെ ഒരു പോപ്പ് കൾട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു മെയിൻ കാര്യം സ്മൃതിവനാണ് ഭൂകമ്പത്തിൻ്റെ മെമ്മോറിയൽ. പക്ഷേ അത് 5 മണിക്ക് അടച്ചു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പ്രാഗ് മഹലാണുള്ളത്, അത് 6 മണി വരെയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അതിൻ്റെ ഒരു ഔട്ടറിൽ കൂടെ നമ്മൾ പോവാണ്. നല്ലൊരു ലേക്ക് ഉണ്ട് ഭുജ് നഗരത്തിനുള്ളിൽ തന്നെ. നഗരത്തിനുള്ളിൽ ഇങ്ങനത്തെ തടാകങ്ങൾ നല്ല ഒരു കുളിർമയാണ്. അപ്പോൾ നമ്മൾ പ്രാഗ് മഹലിലേക്കുള്ള വഴിക്ക് കടന്നു. നമ്മൾ പ്രാഗ് മഹലിൻ്റെ വിശേഷങ്ങളുമായി വേഗം കാണും. സോ സ്റ്റേ വിത്ത് us. താങ്ക് യു ഫ്രം FTT.